Hello, hi, assalamu alaikum. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. വീട്ടിലെ പച്ചമാങ്ങയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. നമ്മൾ മധുരം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിഫാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര തന്നെയാണ് പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എങ്കിലേ നമുക്ക് ആ ശരിയായിട്ടുള്ള മധുരം ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫാക്കി എടുക്കുക. നന്നായിട്ട് സ്റ്റിഫായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാംഗോ പ്യൂരി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാംഗോ ജ്യൂസും ക്രീമും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമാങ്ങയുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. കളർ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഏകദേശം ഒരു 2-3 ഡ്രോപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറിൽ തന്നെ നമ്മുടെ ക്രീം കിട്ടും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എങ്കിലേ നമ്മുടെ ഐസ്ക്രീം കറക്റ്റ് രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു ക്ലീനിങ് റാപ്പ് വെച്ചിട്ടൊന്ന് അതൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 7 to 8 മണി അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഐസ്ക്രീമാണ്. ഞാനിത് ഏകദേശം ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലുള്ള റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇനി ഇത് ഒരു കയ്യിൽ വെച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കുകയാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം. കഴിക്കാനും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ ഏകദേശം അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു ഐസ്ക്രീം റെസിപ്പിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ തന്നെ ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതുമയാർന്നൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.